വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ മികച്ച സ്വീകാര്യത നേടി മുന്നോട്ട് പോവുകയാണ്. സിനിമയ്ക്ക് എന്നും പ്രേക്ഷകർ ഉണ്ടാകും. സിനിമയും ജീവിതവും തമ്മിലുള്ള സംയോജനം ഒരുവിധം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒന്ന് തന്നെയാണ്. അത് ഈ ചിത്രത്തിലും വർക്കായിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകളാണ് ദിവസവും സിനിമയോടുള്ള ഭ്രമം മൂലം കോടമ്പാകത്ത് എത്തുന്നത്. അവരിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഉണ്ട്. സിനിമയിൽ അഭിനയിക്കാനും സിനിമ എടുക്കാനും ആഗ്രഹിക്കുന്നവർ ആദ്യം വണ്ടി കയറുന്നത് മദ്രാസിലേക്കായിരിക്കും. കഷ്ടപ്പെട്ട് രക്ഷപ്പെടുന്നവരും രക്ഷപ്പെട്ട് ഒടുവിൽ കഷ്ടപ്പെടുന്നവരും മദ്രാസിൻ്റെ സ്ഥിരം കാഴ്ചകളാണ്. ബർമുഡ ട്രയാങ്കിൾ പോലെ ഒരു ചുഴിയാണ് ഇവിടെ. അവിടേക്കാണ് മുരളിയും വേണുവും എന്ന രണ്ട് കൂട്ടുകാർ ചെന്നെത്തുന്നത്. പ്രണവ് മോഹൻലാലും ധ്യാനും ഇവർ രണ്ടുപേരുമുള്ള കോംബോ മലയാളികൾക്ക് തീരെ പരിചയമില്ലാത്ത ഒന്നാണ്. എന്നാൽ സിനിമ ഇറങ്ങി വരുമ്പോൾ ഇവർ കൊള്ളാമെന്ന് പറയുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. കൂത്തുപറമ്പിലെ ഒരു ഗ്രാമത്തിൽ നാടകം എഴുതി നടക്കുന്ന വേണു, അവിടെ ഒരു മാളികയിൽ പാട്ടുപാടാനെത്തുന്ന മുരളി. വളരെ പെട്ടെന്നാണ് ഇവർ സൗഹൃദത്തിലാവുന്നത്. അങ്ങനെ ഒരു നാൾ ഇവർ മദ്രാസിലേക്ക് വണ്ടി കയറുകയാണ്. ഒരാൾ സിനിമ എടുക്കാനും മറ്റൊരാൾ സംഗീത സംവിധായകൻ ആവാനും. അവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നതുണ്ട്. അതായത് ജീവിതത്തിൻ്റെ പല ഏറ്റക്കുറച്ചിലുകൾ, ജീവിത പരാജയങ്ങൾ, തളർച്ചകൾ, സന്തോഷങ്ങൾ, അങ്ങനെ പലതും. അത് ഒന്നിച്ചും ഒറ്റയ്ക്കും അവർ അനുഭവിച്ച നാളുകളാണ് മദ്രാസിലെ നാളുകൾ. ഈ സിനിമയിൽ ഇതുവരെ കണ്ട ധ്യാൻ ശ്രീനിവാസൻ ആയിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ധ്യാൻ. അഭിനയത്തിലും പകർച്ചയിലും ധ്യാൻ നല്ല മികവ് പുലർത്തിയിട്ടുണ്ട്. അതായത് കോമഡി ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്തു വന്നിരുന്ന ധ്യാനിൻ്റെ കരിയറിലെ മികച്ച കഥാപാത്രം തന്നെയായിരിക്കും ഇതിൽ അഭിനയിച്ച വേണു എന്ന കഥാപാത്രം. അതായത് നോട്ടവും മുഖത്തെ ഭാവങ്ങളും ഇരിപ്പും നടപ്പും വരെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. തീർച്ചയായും അതിൽ വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകൻ നല്ലൊരു കയ്യടി അറിയിക്കുന്നുണ്ട്. നമ്മൾ പറയില്ലേ, പണിയെടുക്കാൻ അറിയുന്ന ആളുടെ കയ്യിൽ കിട്ടിയാൽ സംഭവം ഗംഭീരമാകുമെന്ന്. ആ പറയുന്നത് ഇതിൽ വളരെ കറക്റ്റായിട്ടുണ്ട്. അഭിനേതാവിനെ മെരുക്കിയെടുക്കുന്നത് ഡയറക്ടറുടെ വലിയൊരു ക്വാളിറ്റിയാണ്. വിനീതിൻ്റെ കയ്യിൽ വന്നവരെല്ലാം തന്നെ നന്നായി മെരുക്കി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പണിയെടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം കൂടിയാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ. അതിന് വിനീതിന് ആദ്യമായി ഒരു ബിഗ് സല്യൂട്ട്. വേണുവിൻ്റെയും മുരളിയുടെയും സൗഹൃദവും പ്രണയവും ജീവിതഗാഥകളും കൊണ്ട് ഇഴകിച്ചേർന്ന ആദ്യ പകുതി വളരെ നൊസ്റ്റാൾജിക് ഫ്രെയിമിലാണ് പോകുന്നതെങ്കിൽ രണ്ടാം പകുതി കുറച്ചുകൂടി തമാശകൾ കൂടുതലായി വന്നിട്ടുണ്ട്. അത് അങ്ങനെ മുന്നോട്ട് പോകും, തമാശകളോടുകൂടി മുന്നോട്ട് പോകുന്നു. സത്യത്തിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള കഥ നടക്കുന്നത് രണ്ടാം പകുതിയിലാണ്. രണ്ടാം പകുതിയിൽ കഥയുടെ ഗതി തന്നെ മാറ്റുന്ന നിതിൻ മോളിയുടെ വരവ് അതൊരു ഒന്നൊന്നര എൻട്രി തന്നെയാണ്. പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ ചേരുവകളും രണ്ടാം പകുതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ വേണ്ടത്ര തിരക്കഥയിൽ നല്ല മാറ്റങ്ങളും അതിൽ വരുത്തിയിട്ടുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ കോടമ്പാക നഗരത്തെ പുതിയ നഗരത്തിലേക്ക്, അതായത് പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് കഥ പറിച്ചു നടന്നുമുണ്ട് രണ്ടാം പകുതിയിൽ. ആദ്യ പകുതി വേണു കൊണ്ടുപോയെങ്കിൽ രണ്ടാം പകുതി നിതിൻ മോളി ആണ് മികച്ചു നിൽക്കുന്നത്. അതായത് ബോഡി ഷേപ്പിങ്, സെൽഫ് ട്രോളുകൾ, തമാശകൾ എല്ലാം ചേർന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുന്നു. ഒരുപക്ഷെ ആ സീനുകൾ നിവിൻ പോളി അല്ലാതെ വേറൊരു നടൻ ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഇമ്പാക്റ്റ് കിട്ടുകയില്ലായിരുന്നു. അത്രയ്ക്ക് ഗംഭീരമായിട്ടൊരു അഴിഞ്ഞാട്ടം തന്നെയാണ് നിവിൻ പോളി ഇതിൽ നടന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആ എൻട്രികൾ ഒന്നും പറയാനില്ല. നിവിൻ പോളി അടിച്ചു തിമിർത്തു എന്ന് വേണമെങ്കിൽ പറയാം. പ്രകടനത്തിൽ പ്രണവിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. സിനിമയിലെ പ്രണവിൻ്റെ പല അപ്പിയറൻസും ചില സിനിമകളിൽ നമ്മൾ കണ്ടതായിട്ട് സാമ്യം തോന്നുന്നുണ്ട്. അതുകൂടാതെ പ്രൊഡ്യൂസറായി എത്തുന്ന അജു വർഗീസും അസിസ്റ്റന്റ് ഡയറക്ടറായി എത്തുന്ന ബേസിൽ ജോസഫും സിനിമയ്ക്കുള്ളിലെ നടനായ ഷാൻ റഹ്മാനും അവരവരുടെ റോളുകൾ കൈയടക്കത്തോടെ അഭിനയിച്ചിട്ടുണ്ട്. സ്ഥിരം തമാശകളുടെ അലങ്കാരങ്ങൾ ഇല്ലാതെ കഥ ആവശ്യപ്പെടുന്നത് എന്തോ അത് കൃത്യമായി ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ചെറിയ സീനിലാണെങ്കിലും നിതാ പിള്ളയുടെയും കല്യാണി പ്രിയദർശൻ്റെയും നീരജ് മാധവിൻ്റെയും സാന്നിധ്യം സിനിമയ്ക്ക് മോടി കൂട്ടുന്നുണ്ട്. സിനിമയുടെ പൾസ് എന്ന് പറയുന്നത് അതിൽ പറയുന്ന ജ്ഞാപകം എന്നൊരു പാട്ടാണ്. പല പാട്ടുകൾക്കിടയിൽ സിനിമയിൽ പാടി നടക്കുന്ന ഈ പാട്ട്
ഈ തമിഴ് ട്രാക്ക് തന്നെയായിരിക്കും. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 80കളിലെ മദ്രാസിലെ പട്ടണത്തിൻ്റെ ദൃശ്യഭംഗി എടുത്തു കാണിച്ച അത് നല്ലതായിട്ടുണ്ട്. ചില തിരിച്ചറിവിൻ്റെ ഇടം കൂടിയായി മാറുകയാണ് മദുരാശി പട്ടണം. അതായത് പ്രതീക്ഷകൾ ഭാണ്ഡവും പേറി വേണുവും മുരളിയും ഓടിക്കയറുന്നത് പ്രേക്ഷകരുടെ ഉള്ളിലേക്കാണ്. വിനീത് ശ്രീനിവാസന് സ്ഥിരം ഫീൽ ഗുഡ് പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ ഈ കാതൽ. എന്നിരുന്നാലും ഫാമിലി ഓഡിയൻസിൻ്റെ പിന്തുണ സിനിമയ്ക്ക് എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കോടികൾ നേടിയത് ചിത്രം. അവസാനമായി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അഭിമുഖങ്ങളിൽ തിമിർത്താടുന്ന ഒരു ധ്യാൻ ശ്രീനിവാസൻ, അതായത് സിനിമയിലെ ധ്യാൻ ശ്രീനിവാസനും അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞിട്ട് ഹിമാലയത്തിലേക്ക് പോകുന്ന പ്രണവിനെയോ അല്ല ഇവിടെ കാണിക്കുന്നത്. സിനിമയും സംഗീതവും പുസ്തകവും ഇഷ്ടപ്പെടുന്ന രണ്ട് കൂട്ടുകാരെയാണ് വിനീത് ശ്രീനിവാസൻ കോടമ്പാകത്തിലേക്ക് എത്തിക്കുന്നത്. അവരുടെ തളർച്ചകളും ഉയർച്ചകളും ആണെങ്കിൽ കൂടിയ സിനിമ മൊത്തത്തിൽ വേണുവും നിതിൻ മോളിയും തൂക്കിയെറിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, അതായത് ഈ സിനിമയിൽ ഒരു നമുക്ക് തരുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ സേഫ് സോണുകൾ മറികടക്കുന്ന സാഹചര്യങ്ങളാണ് മനുഷ്യൻ്റെ വിജയപരാജയത്തിന് അടിസ്ഥാനമെന്നും സിനിമ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ സിനിമയുടെ ഒരു റിവ്യൂ. അപ്പോൾ എല്ലാവരും പോയി കാണുക. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്.